ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു കെരാറ്റിൻ ട്രീറ്റ്മെന്റ്. നമ്മൾ സാധാരണയായി മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നല്ല മിനുസമായിട്ട് കിടക്കുന്നതിനും നല്ലൊരു തിളക്കമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സഹായിക്കുന്ന കെരാറ്റിൻ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാശ് ചെലവൊക്കെ ഉള്ളതാണ് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു വിധമായ ഉറപ്പുമില്ല അത് നാച്ചുറലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ടും തയ്യാറാക്കുന്നതാണെന്ന്. കാരണം അത് കെമിക്കലിന്റെ ഒരു ക്രീമുകൾ ഉപയോഗിച്ചാണ് നമുക്ക് എവിടെയായാലും നമുക്ക് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. അതിന് നമുക്കിപ്പോൾ തന്നെ വീട്ടിൽ തന്നെ ചെയ്യുന്നതിനും അതിന്റെ ക്രീമുകളൊക്കെ ലഭ്യമാണ്. പക്ഷേ നമുക്കിത് തികച്ചും അതേ ഗുണത്തോടു കൂടി തന്നെ നമുക്ക് തികച്ചും നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കെരാറ്റിൻ മാർഗമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. വളരെ എഫക്റ്റീവാണ്. നമ്മുടെ ബ്യൂട്ടി പാർലറൊക്കെ പോയി ചെയ്ത് കിട്ടുന്ന അതേ റിസൾട്ട് തന്നെ നമുക്ക് ഇതിനും കിട്ടുന്നു. കാരണം ഇത് നമുക്ക് കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ, തലമുടിയിൽ കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ തലമുടി നല്ല മിനുസമുള്ളതായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണിത്. കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാൽസ്യവും പൊട്ടാസ്യവും ഒക്കെ ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്തുകൊണ്ട് വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ കെമിക്കലായിട്ടുള്ള ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നല്ല റിസൾട്ട് തന്നെ കിട്ടും. പക്ഷെ പതുക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയെ അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ നമുക്ക് അതേപോലെയുള്ള റിസൾട്ട് തന്നെ നാച്ചുറലായിട്ട് കിട്ടുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് ഞാൻ കെരാറ്റിൻ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് തേങ്ങാപ്പാലാണ്. മെയിനായിട്ട് വേണ്ടുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ തേങ്ങാപ്പാലാണ്. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ഇത് ഇച്ചിരി ഒരു കുറുകിയിരിക്കുന്നതിന്, അതായത് ഇച്ചിരി ഒരു കട്ടിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് അലോവേര ജെല്ലാണ്. ഇത്രയും കൊണ്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അതപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം, കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് തേങ്ങാപ്പാലും അതുപോലെ തന്നെ കോൺഫ്ലവറും അലോവേര ജെല്ലുമാണ് ഈ കെരാറ്റിന് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ തേങ്ങ തിരികെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കുകയാണ് വേണ്ടുന്നത്. അപ്പം നമുക്കറിയാം തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് ഒരുപാട് മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം, മുടിയുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ല ഒരു സംഭവമാണ് ഈ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും മുടിക്ക് നല്ല മിനുസവും വരുന്നതിനും നല്ല തിളക്കമൊക്കെ കിട്ടുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ തേങ്ങാപ്പാൽ. പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല രീതിയിൽ വളരാനും നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ തേങ്ങാപ്പാൽ നന്നായിട്ട്, ഇത് ചെറിയ ഇതായിട്ടൊക്കെ നല്ല പച്ച തേങ്ങയാണ്, അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ കിടക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഞെവിടി കൊടുക്കണം. ഈ തേങ്ങാപ്പാൽ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല രീതിയിലൊന്ന് വളരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് തേങ്ങാപ്പാൽ. ഇതിൽ ലോറിക് ആസിഡ്, അതുപോലെ തന്നെ പൊട്ടാസ്യം, കാൽസ്യം ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ വേരുകൾക്ക് പോഷണം നൽകുകയും അതുപോലെ തന്നെ മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണിത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഞെവിടി കൊടുക്കുക. കാരണം ഈ തേങ്ങാപ്പാൽ നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഞെവിടി കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ വറ്റിച്ചെടുത്ത് തയ്യാറാക്കുന്ന ഈ ഉരുക്ക് വെളിച്ചെണ്ണ, ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉരുക്ക് വെളിച്ചെണ്ണ എന്നാണ് പറയുന്നത്. ഈ വെളിച്ചെണ്ണ നമുക്ക് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പിന്നെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ മാറുന്നതിനും അതുപോലെ മൊരിച്ചിലൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിനൊക്കെ ഈ ഉരുക്ക് വെളിച്ചെണ്ണ വളരെയധികം നല്ലതാണ്. അതുപോലെ മുടി വളരുന്നതിനും വളരെയധികം നല്ലതാണ്. സ്കാൽഫിനുണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ തന്നെ താരനെയൊക്കെ മാറുന്നതിനും എല്ലാം വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ തേങ്ങാപ്പാലും നമ്മുടെ തലമുടിക്ക് വളരെയധികം ഗുണമുള്ളതാണ്. അപ്പോൾ ഞാനിതിന് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. നമുക്ക് എത്ര വേണോ അത്രയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ ഇത്രയും തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും തേങ്ങ ചിരകിയതിൽ നിന്ന് നമുക്ക് ഇത്രയും തേങ്ങാപ്പാലാണ് കിട്ടിയത്. ഇത് മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പാൽ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയുടെ ആവശ്യമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്.
അടുത്തതായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചു. മിക്സിയുടെ ഒരു ജാറിൽ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് നല്ല കുറുകുറാന്നുള്ള തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഞാനതങ്ങ് ഒഴിച്ചു കൊടുത്തു. അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ എന്ന് പറയുന്നത് നമുക്കറിയാം നല്ലൊരു കട്ടി കിട്ടുന്നതിന്, നമുക്ക് ഏത് മിശ്രിതം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ മിശ്രിതം ഒന്ന് നല്ല കട്ടിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ അതിന് കുറച്ച് കോൺഫ്ലവറും കൂടി ഉപയോഗിക്കുകയാണ്. ഫ്ലവർ കൂടി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് അലോവേര ജെല്ലാണ്. നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അലോവേര ജെൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയതല്ല ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ അലോവേര ജെല്ലാണിത്. അലോവേര ജെല്ലും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അലോവേര ജെല്ലിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നല്ല മിനുസമായി ഇരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അലോവേര ജെല്ലെന്ന് പറയുന്നത്. അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് വെച്ചു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചു എടുത്തുകൊണ്ട്, ഒരു പേസ്റ്റ് പോലെയല്ല, നന്നായിട്ടൊന്നൊരു ക്രീം പരുവാവുന്നത് വരേക്കും നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരണം. ഇനിയിപ്പോൾ ഒന്ന് അരച്ചതിന് ശേഷം വരാം. ഞാനിപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സിയിലൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലവർ അരയ്ക്കുന്നത് കൊണ്ട് തന്നെ നല്ല ചെറിയൊരു കട്ടി നമുക്ക് ഈ പാക്കിന് കാണും. കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പാക്ക് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം തയ്യാറാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് തലയിൽ എണ്ണ തേക്കേണ്ട കാര്യമില്ല. എണ്ണ തേക്കാതെ വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ എണ്ണ തേക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മുടിയുടെ കെട്ടൊക്കെ ഒന്ന് എടുക്കണം. നമുക്ക് ആദ്യം തന്നെ മുടി 2 ഭാഗങ്ങളായിട്ട് തിരിച്ചെടുക്കണം. 2ആയിട്ട് നമുക്ക് മുടിയെ തിരിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് മുടി 2 ഭാഗങ്ങളാക്കി എടുക്കുക. ആക്കിയെടുത്തതിന് ശേഷം മുടിയുടെ കെട്ടൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. ഇതുപോലെ നമ്മൾ ചീപ്പ് വെച്ച് അല്ല കെട്ടെടുക്കേണ്ടത്. നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ വേണം നമുക്ക് കെട്ടെടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് കൈയുടെ വിരലുകൾ കൊണ്ട് ഇതുപോലെ മാറ്റി നമുക്ക് കെട്ടെല്ലാം എടുത്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാവൂ. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ കെട്ടെടുക്കാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുടിയൊക്കെ കഴിയുമ്പോഴേക്കും മുടി ഒരുപാട് പൊട്ടിപ്പോകാനായിട്ട് കാരണമാകും. കാരണം ഒരുപാട് കെട്ടായി പോവും മുടിയിൽ. പിന്നെ ഈ കെട്ട് തന്നെ വീണ്ടും കുരുങ്ങി കെട്ട് ഒരുപാടാവുന്നതിനനുസരിച്ച് മുടിയെല്ലാം പൊഴിഞ്ഞു പോകാനായിട്ട് കാരണമാവും, പൊട്ടിപ്പോകും. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെട്ടെല്ലാം എടുക്കണമെന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴായാലും മുടിയെ സംരക്ഷിക്കുന്ന സമയത്ത് എപ്പോഴായാലും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാരണവശാലും നമ്മൾ കെട്ട് ഉള്ള മുടി ചീപ്പിട്ട് ഒരുപാട് ഇതായിട്ട് ചീകി മുടിയെല്ലാം പൊട്ടിച്ച് കളയരുത്. നമ്മൾ കൈകൊണ്ട് തന്നെ കെട്ട് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചീപ്പ് വെച്ച് ചീപ്പാവൂ. ഈ കാലാവസ്ഥയിൽ നമ്മുടെ എല്ലാം മുടിയൊക്കെ പെട്ടെന്ന് കെട്ടി വീഴുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ മുടിയെല്ലാം 2 സൈഡിലും കൂടി ഇട്ടിട്ട് ഇതേപോലെ എല്ലാം നന്നായിട്ട് കോതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടുന്നത് ഈ നമ്മൾ തയ്യാറാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്ന ഈ പാക്ക് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല ജ്യൂസ് പോലെയാണ് ഇരിക്കുന്നത്. നല്ല ഇതാണിത്. അപ്പോൾ ഇത് നമുക്ക് തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും. ഇതിപ്പോൾ നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഏറ്റവും മുമ്പേ നമ്മൾ ഇത് സ്കാൽഫിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ സ്കാൽഫിലങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിതുപോലെ ഒന്ന് തലയോട്ടിയിലെല്ലാം നല്ല രീതിയിൽ പിടിക്കണം. ഇതേപോലെ അങ്ങ് തേച്ച് കൊടുക്കണം. ഓരോ മുടിയും വകുപ്പെടുത്തതിന് ശേഷം നമ്മൾ മുടിയെ സംരക്ഷിക്കുമ്പോൾ ഉറപ്പായിട്ടും ആഴ്ചയിൽ എല്ലാ ദിവസവും നല്ല രീതിയിൽ മുടിയെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദിവസവും 2 നേരമൊന്നും മുടി കഴുകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മുടി എത്ര തോനെ നനയ്ക്കുന്നോ അത്രയും മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം മുടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനവ് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവമല്ല മുടി എന്ന് പറയുന്നത്.
എപ്പോഴും ഡ്രൈ ആയിട്ട് കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് മുടി. അപ്പോൾ ഞാനിതെല്ലാം മുടിയിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം വരാം. കാരണം ഇല്ലെങ്കിലും ഇപ്പോൾ ഇവിടെ എല്ലാം അങ്ങാവും. അതുകൊണ്ട് ഞാൻ പുറത്ത് പോയി ഇത് നല്ല മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വരാം. ഞാനിതെല്ലാം മുടിയിലെല്ലാം നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. തേച്ച് നമുക്ക് ഇതുപോലെ മുകളിലേക്ക് വാരി പിടിച്ചൊന്ന് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ നല്ല രീതിയിൽ മുടിയിലെല്ലാം തേച്ച് ഇതുപോലെ നമുക്ക് മുകളിലേക്ക് ഇതുപോലെ നമുക്ക് മുകളിലേക്ക് അങ്ങ് വാരി പിടിച്ച് കെട്ടി വെക്കണം. കാരണം ഒരുപാട് അങ്ങ് മുറുക്കി കെട്ടരുത്, കുറച്ച് ലൂസായിട്ട് വേണം എപ്പോഴും മുടി നമുക്ക് കെട്ടി വെക്കാനായിട്ട്. അതിപ്പോൾ നമ്മൾ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് മുടി കെട്ടി വെക്കുകയാണെങ്കിൽ ഒരുപാട് മുറുക്കി നമ്മൾ മുടി കെട്ടി വെക്കുകയും ചെയ്യരുത്. കാരണം അങ്ങനെ കെട്ടി വെക്കുമ്പോൾ പൊട്ടിപ്പോകും മുടി. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസ് ഇട്ട് തന്നെ വേണം മുടി കെട്ടി വെക്കാനായിട്ട്. ഇപ്പോൾ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് വരെയൊക്കെ ഇത് തലമുടിയിലിരിക്കുന്നത് വളരെ നല്ലതാണ്. എനിക്ക് നീരിറക്കം ഒന്നും വരാറില്ല. അപ്പോൾ നീരിറക്കം വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർ പെട്ടെന്ന് തന്നെ മുടി കഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീരിറക്കമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ തലയിലൊക്കെ ഇതൊക്കെ തേച്ചതിന് ശേഷം നിൽക്കുമ്പം കുറേ സമയമൊക്കെ ഇതുപോലെ കെട്ടിവെച്ച് നിൽക്കുമ്പോഴേക്കും പ്രശ്നങ്ങളാവും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒരു കാരണവശാലും ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അതിനനുസരിച്ച് പെട്ടെന്ന് മുടി കഴുകണം. അതിനുശേഷം നമുക്ക് ഷാമ്പു ഒന്നും ഇടേണ്ട കാര്യമില്ല. ഷാമ്പു ഒന്നും ഇടാതെ തന്നെ മുടി നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് മുടി കിടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു പെർഫ്യൂം ഒക്കെ ചെയ്ത കണക്ക് നല്ലൊരു മണമായിരിക്കും മുടിക്ക്. കാരണം തേങ്ങാപ്പാലിന്റെ ആ ഒരു പ്രത്യേക മണമൊക്കെ നമ്മുടെ മുടിയിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഷാമ്പു ഒന്നും ഇടേണ്ട ഒരു ആവശ്യവും ഇതിനകത്തില്ല. കാരണം നമ്മൾ വേറെ ഒന്നും ഇതായിട്ട് ഷാമ്പു ഇട്ട് കഴുകി കളയാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. താളിയും ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ഉപയോഗിക്കാം. അത് ആഴ്ചയിൽ ഈ കെരാറ്റിൻ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. മുടിയുടെ വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടി നല്ല കട്ടിയായിട്ട് വളരുന്നതിനും അതുപോലെ മുടി നാരുകൾക്കൊക്കെ നല്ല ബലമായിട്ടിരിക്കുന്നതിനും നല്ല ഭംഗിയായിട്ട് കിടക്കുന്നതിനും നല്ല ഗ്ലേസിങ് ആയിട്ട് മുടി നല്ല തിളക്കത്തോടു കൂടി കിടക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ കെരാറ്റിൻ ട്രീറ്റ്മെന്റ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ചിലവൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ തേങ്ങ കാണും. പിന്നെ നമുക്ക് അലോവേര ജെല്ല് കടകളിൽ നിന്ന് വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാവുന്നതാണ്. മിക്സിയിൽ അടിക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നത്തില്ല. അടുത്തതായിട്ട് പിന്നെ നമുക്ക് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ മിക്കവാറും ഇപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീടുകളിലുള്ളതാണ് കോൺഫ്ലോർ. ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് 20 രൂപയോ മറ്റോ ഉള്ളൂ കോൺഫ്ലോർ നമുക്ക് മേടിക്കാനായിട്ട്. അത് നമുക്ക് മേടിച്ചു കഴിഞ്ഞാൽ വളരെ ഒരുപാട് വില കൊടുത്ത് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നമ്മൾ ഈ കെരാറ്റിൻ ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ റിസൾട്ടുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.